ഞാനെന്നുള്ളത് കോട്ടയം മലരിക്കലാണ്. മലരിക്കലിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഏകദേശം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് റീൽസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരുപാട് ഏരിയകളിലായിട്ട് തന്നെ ഇതുപോലെ വാട്ടർ ലില്ലിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെ കുറവാണ്. കഴിഞ്ഞ മുൻപത്തെ വർഷമൊക്കെ ഞാൻ പോയിരുന്നു. ആ സമയത്തൊക്കെ ഏകദേശം 1600ഓളം ഹെക്ടർ സ്ഥലത്ത് ഇത്തരത്തിലുള്ള വാട്ടർ ലില്ലിയൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം വളരെ കുറവാണ്. കാരണം വെച്ചാൽ നമ്മളൊക്കെ വന്ന് ഒരുപാട് ഇതൊക്കെ പറിച്ച് കളയുകയൊക്കെ ചെയ്തത്. പിന്നെ ഇവിടുത്തെ എങ്ങനെ നോക്കിയാലും കാഴ്ച വളരെ മനോഹരമാണ്. ആകാശ കാഴ്ചയാണെങ്കിലും സാധാരണ നമ്മൾ ഒരു വള്ളത്തിൽ പോകുകയാണെങ്കിലും ഒക്കെ നമുക്ക് വള്ളത്തിൽ പോകണമെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ് ഇവർ മേടിക്കുന്ന ചാർജ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ അതിന് ചാർജ് ചോദിക്കണം. കാരണം വെച്ചാൽ ഇവർ പലരും പല റേറ്റൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾ കയറിയ ആൾ ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ചു. നമുക്കൊരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. കാരണം വെച്ചാൽ മറ്റുള്ളവരൊക്കെ ഒരുപാട് നേരം നിൽക്കുമ്പോഴും ആൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു പോകണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. കാരണം വെച്ചാൽ ഇവർക്ക് സീസണബിൾ ആയിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗം ആയതുകൊണ്ട് തന്നെ അവർ എത്രയും കൂടുതൽ ആൾക്കാരെയാണോ അത്രയും കൂടുതൽ ആൾക്കാരെ എടുക്കാനേ നോക്കുകയുള്ളൂ. കാരണം വെച്ചാൽ ഇവിടെ ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഏകദേശം ആഗസ്റ്റ് ലാസ്റ്റോടുകൂടി തന്നെ ഈ ഒരു പൂക്കളുടെ കാഴ്ചകളൊക്കെ തീരും. അതിന് മുമ്പ് തന്നെ പോകണം എന്നുള്ളവർക്ക് വേഗം പോവുക. പിന്നെ ഇവിടുന്ന് കോട്ടയം വഴിയാണ് പോകുന്നതെങ്കിൽ കോട്ടയത്ത് നേരെ കുമരകം റൂട്ടാണ് പിടിക്കേണ്ടത്. അതല്ല എറണാകുളം വഴിയൊക്കെ ആണെങ്കിലും വൈക്കം വഴിയൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. പിന്നെ എന്തായാലും കാണേണ്ട ഒരു കാഴ്ചയാണ്. കുറച്ച് ഏരിയയേ ഉള്ളൂ, വളരെ കുറഞ്ഞ ഏരിയയാണ്. പിന്നെ ഭയങ്കര തിരക്കാണ്. രാവിലെ ഒരു 6 മണിക്ക് തന്നെ വരാൻ നോക്കുക. 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9:30-10 മണി വരെ ഈ ഒരു വാട്ടർ ലില്ലി നിൽക്കുള്ളൂ. കാരണം വെച്ചാൽ അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂമ്പി പോകും കേട്ടോ. അപ്പം പരമാവധി നേരത്തെ വരാൻ നോക്കുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ വരാൻ നോക്കുക. സൂര്യൻ ഉദിക്കുന്ന കാഴ്ചകളും വളരെ മനോഹരമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ പരമാവധി കാണാൻ ശ്രമിക്കുക. പിന്നെ അവധി ദിവസങ്ങളിൽ പരമാവധി വരാതിരിക്കാൻ നോക്കുക. ഞാൻ ശനിയാഴ്ചയാണ് വന്നത്. ശനിയാഴ്ച വന്ന് കാണാനാണ് വന്നത്. സത്യത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.